ആര്? ഈശ്വര, മോഹനേഷ സാറ്. ഗോപാലൻ കുട്ടിച്ചേട്ട അവിടെ ചെന്നുള്ള കാര്യം ഉറപ്പായി. എന്തായോ എന്തോ. ഹലോ. ഉത്തമ, ഇത് ഞാനാ. എന്താണ് സാറേ? ഉത്തമ, ഒരു പ്രശ്നമുണ്ട്. ഗോപാലൻ കുട്ടിച്ചേട്ടൻ വന്നിരുന്നു. എന്തിനാ സാറേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ കുഴപ്പമുണ്ടാക്കുമെന്ന്. മൊത്തം പ്രശ്നമായി. അല്ല സാറ് കാര്യം പറഞ്ഞോ? അങ്ങനെ ഫോണിൽ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഉത്തം വേഗം വാ. അയ്യോ സാറേ, ഞാൻ ഇത്തിരി തിരക്കിലാണല്ലോ സാറേ. എന്ത് തിരക്കുണ്ടായാലും വേണ്ടില്ല, ഉത്തമം വന്നേ പറ്റൂ. പിന്നെ പ്രകാശിന്റെ ഒരു ഉത്തമം പറഞ്ഞില്ലേ, അത് ശരിയാക്കാതെ ഒരു രക്ഷയില്ല. ആണോ? ശരി ശരി ശരി. ഒന്ന് വാ ഉത്തമ, വേഗം. അങ്ങനെ മോനയുടെ സാറിനെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായി. സാറേ, സാറേ, മോനെ സാറേ. ഉത്തമ വന്നല്ലോ. സംഗതി മൊത്തം പ്രശ്നമായി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ കുഴയും. സാറ് കാര്യം എന്താണെന്ന് തെളിച്ച് പറ. റിയൽ എസ്റ്റേറ്റുകാരൻ പ്രകാശന്റെ പോക്ക് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നം. ഉത്തമ, എന്ത് പ്രശ്നം? ഉത്തമ പറയാം. അതോട് വാ. ഉത്തമ വന്നിട്ടുണ്ട്. ഇനി പറയൂ, എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പ്രകാശനുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കെന്ന് പറഞ്ഞാലും ഒത്തുതീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ നാളെ ഇവിടെ നമ്മൾ ഇറങ്ങേണ്ടി വരും. മോഹനേട്ടാ, ഇക്കാര്യത്തിൽ മോഹനേട്ടന്റെ വാശിയെക്കാട്ടിലും വലുതാണ് നമ്മുടെ ആവശ്യം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. നിയമം വിട്ട് ഒന്നും ഞാൻ ചെയ്യില്ല. മോഹനേട്ടാ, ഒരു അത്യാവശ്യ കാര്യത്തിനിടയ്ക്കാണ് ഇങ്ങനെ വാശി പിടിക്കുന്നേ. ലംബോദരം പിള്ളയുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങി. ഇനി ഇവിടുന്ന് കൂടെ ഇറങ്ങേണ്ടി വന്നാൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും? നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഗോപാലൻ കുട്ടിച്ചേട്ടൻ ഇവിടെ വന്ന് വീട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രകാശൻ അയാളുടെ ബന്ധുവാണത്രേ. പ്രകാശന്റെ ഭൂമി ഞാൻ പോക്കുവരവ് ചെയ്തില്ല എങ്കിൽ ഈ വീട് എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. അയ്യോ, അയാൾ അങ്ങനെ പറഞ്ഞ? പിന്നെ അതെവിടത്തെ ന്യായം? ന്യായം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ വഴിക്ക് ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 4 കൊല്ലമെങ്കിലും കഴിയും. ഇപ്പോ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കണം. സാറേ, ഇപ്പോഴാണ് ഞാൻ സംഭവം ഓർത്തത്. ഈ പ്രകാശൻ എന്ന് പറയുന്നത് ഗോപാലൻ കുട്ടിച്ചേട്ടന്റെ ബന്ധു തന്നെയാണ്. അങ്ങനെയാകുമ്പോ സംഗതി പ്രശ്നമാവുമല്ലോ. ഉത്തമനൊരു പരിഹാരം പറയും. ഞാൻ നോക്കിട്ട് ഒരു ഒറ്റ പരിഹാരമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും പ്രകാശനെ അങ്ങ് ഒതുക്കണം. അതിന് അവന്റെ വസ്തു പോക്കുവരവ് ചെയ്യേ അല്ലാതെ വേറെ പണിയില്ല. പക്ഷേ പോക്കുവരവ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. വേറെ എന്തോന്ന് വഴി? ഉത്തമനല്ലേ പറഞ്ഞത് ഗോപാലൻ കുട്ടിച്ചേട്ടനെ കൊണ്ട് തീരാധാരം എഴുതി വാങ്ങിപ്പിക്കാമെന്ന്? പറഞ്ഞു. പക്ഷെ ഗോപാലട്ട് സമ്മതിക്കാത്തോണ്ട് ഞാൻ പറഞ്ഞു. നീയേ സാർ ഗോപാലൻ കുട്ടിച്ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തും. എന്നിട്ട് പ്രകാശന്റെ കാര്യം ശരിയാക്കാം എന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞു വരുമ്പോ ഈ ഗോപാലൻ കുട്ടിച്ചേട്ടൻ ഒരു പ്രശ്നക്കാരനാണെന്നേ. ഉത്തമൻ തന്നെ വിളിക്കേ ഗോപാലൻ കുട്ടിയെ. എന്താ ഇവിടുത്തെ ഫോണിൽ നിന്ന് വിളിക്കാം. എന്റെ ആവശ്യത്തിന് ഉത്തമന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ പിന്നെ അതിന്റെ പേരിൽ നാളെ എന്നോട് വിലവേശം വരില്ലേ? എന്നെ പറ്റി അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിന്ന് വിളിക്കാതെ ഇവിടെ ലാൻഡ് ഫോൺ ഉണ്ട്, അത് വിളിക്കേ. വിളിക്കായിരുന്നു കേട്ടാ. അല്ല സാറേ, ഈ ശരിക്കും പറഞ്ഞ ഗോപാലൻ കുട്ടിച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ എന്തോന്നാണ് പറയേണ്ടത്? അത് ഉത്തമൻ അറിയാലോ. ഉത്തമൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ബുദ്ധിമാനാണല്ലോ. കാര്യം സാധിക്കാൻ വേണ്ടി ഒരു പാവം വില്ലേജ് ഓഫീസറെ പേടിപ്പിക്കാൻ വരെ കഴിവുള്ള ആള്. അല്ല സാറേ, ഞാൻ ഒന്ന് പറയട്ടെ സാറേ. സാറേ, അയ്യോ അടച്ച സാറേ. സാർ എന്തിനു സാറേ വാതിലടച്ചത്? സാറേ, ഗോപാലൻ കുട്ടിച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് പറ സാറേ. ഉത്തമൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. പറയേണ്ടത് പോലീസുകാർ വന്ന് പറഞ്ഞോളൂ. പോലീസാ? സാറേ, സാർ എന്തൊന്നൊക്കെയാ പറയുന്നേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാൻ ശ്രമിച്ചതിന് പോലീസിൽ ഏൽപ്പിക്കാതെ വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത്? നിന്നെ സാറേ ചതിക്കരുത് പ്ലീസ്. ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല സാറേ. ഒക്കെ ഗോപാലൻ കുട്ടിച്ചേട്ടൻ പറഞ്ഞു ഉത്തമ. ഈ കേസിൽ ഉത്തമൻ എന്തായാലും വഴിയുണ്ടോ? ഞങ്ങളെപ്പറ്റി ഉത്തമൻ എന്താണ് കരുതിയത്? എന്താ കരുതിയത്? എന്റെ പൊന്നു വക്കീലെ, ഈ ഗോപാലൻ കുട്ടി എന്ന് പറയുന്നവൻ പേരും കള്ളനാണ്. അവന്റെ വാക്ക് കേട്ടിട്ട് എന്നെ വെറുതെ സംശയിക്കരുത്. ഞാൻ ഗോപാലൻ കുട്ടി എന്ന് പറയുന്ന അലമല അതേ ഇന്നത്തെ ദിവസം കണ്ടിട്ടില്ല.
ഇപ്പൊ കണ്ടു. ഗോപാലൻകുട്ടി ചേട്ടൻ എന്താ ഇവിടെ? എന്നെയാ ആദ്യം പൂട്ടിയിട്ടത്. ഉത്തമനെ വിളിക്കാതിരിക്കാനായി എന്റെ ഫോണും വാങ്ങിച്ചു വെച്ചു. അപ്പൊ സകലതും വിളമ്പിയ ഗോപാലൻകുട്ടി ചേട്ടൻ മോഹനേട്ട സാറിന്റെ അടുത്ത്? പറയാതെ പറ്റുമോ? എന്റെ ഉത്തമ, സാറിന് പിന്നെയും സോപ്പിടാം. പക്ഷെ ആ വക്കീല് അവര് കാണുമ്പോ പാവാൻ തോന്നിയാലും ആള് പുലിയാ. എന്നെ കൈവയ്ക്കാഞ്ഞത് ഭാഗ്യം. എന്തു പറയുന്നു ഉത്തമ? പ്രകാശന്റെ വസ്തു പോക്കുവരവ് ചെയ്യണ്ടേ? എന്തിനാണ്? പ്രകാശനായി അവന്റെ പാടായി. അവൻ സർക്കാരിനെ പറ്റിച്ച് കാശുണ്ടാക്കിയവനല്ലേ സാറേ? അവന്റെ വസ്തു ഈ ജമ്മത്ത് പോക്കുവരവ് ചെയ്യരുത്. ഇനി ഇതുപോലത്തെ നമ്പറുമായിട്ട് ഇവിടെ കയറി വരുവോ? വരുവോ? നിങ്ങടുത്താണ്? ഇല്ല. പിന്നെ ഗോപാലൻകുട്ടി ചേട്ടാ, ഞാൻ കാശ് എന്ന് കഴിയുമ്പോ ഈ വീട് എന്റെ പേരിൽ തീരാധാരം എഴുതി തരാൻ ഗോപാലൻകുട്ടി ചേട്ടന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇത് വേറെ ആരും വാങ്ങാനാ? ഉത്തമ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചേ, പിന്നെ എടുക്കാം. ശരി, അപ്പൊ കുറച്ചു നേരം അവിടെ ഇരുന്ന് സ്വസ്ഥമായി കാറ്റ് കൊള്ളു രണ്ടുപേരും. അത് കഴിഞ്ഞ് തുറന്ന് വിടാം. കാറ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇത്രയും പോരെ മോനേട്ടാ? നീ പറഞ്ഞ പിന്നെ അത് അവസാനമാക്കല്ലേ? അങ്ങനെ എന്തായാലും ഈ വീട്ടിലെ തുടക്കം ഗംഭീരമായി ആവുമല്ലോ. നമ്മൾ ആരാ മക്കള്? വീട് മാറിയെന്നോർത്ത് വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും ശൗര്യം കുറഞ്ഞു എന്ന് ധരിച്ചവർക്കുള്ള മറുപടിയാണ് ഈ കണ്ടത്. മോഹനകൃഷ്ണൻ ഇങ്ങനെയാണ്. പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ നിങ്ങൾക്കൊന്നും സാധിക്കാനാവില്ല. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു ഭാര്യ കൂടിയാകുമ്പോൾ അഴിമതിക്കാർ ജാഗ്രത.